ധന്യ രാജേന്ദ്രൻ, ഇപ്പോൾ 2 അടി 6-ാം പോയിന്റിൽ കുഴിക്കുമ്പോഴാണ് ഒരു അസ്ഥി ലഭ്യമാകുന്നതും അത് പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. ഈ ദുരൂഹത നിറഞ്ഞ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ കണ്ടെത്തൽ എത്രത്തോളം നിർണായകമാണ്, വഴിത്തിരിവാണ്? ഇത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. ബിക്കോസ് 2 അടിയിലാണ് ഈ അസ്ഥി ആക്ച്വലി കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു തുടക്കം മാത്രമാണ്. എന്തെന്നാൽ ഞങ്ങൾ ഇന്നലെ ആക്ച്വലി ഈ ധർമ്മസ്ഥലയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹം പറയുന്നത്, അതായത് അൺക്ലെയിം ബോഡീസ്, ഈ പഞ്ചായത്തിൽ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അൺക്ലെയിം ബോഡീസ് ഉണ്ടെങ്കിൽ ഇവർ 2006-ലാണ് ധർമ്മസ്ഥലയിൽ ഒരു ഗ്രേവ് യാർഡ് ഉണ്ടായത്, അത് ഒരു ശ്മശാനം ഉണ്ടായത്. അതിന് മുൻപ് ഈ ബോഡികളെല്ലാം ഫോറസ്റ്റ് ലാൻഡിലും റവന്യൂ ലാൻഡിലെല്ലാം അവർ കുഴിച്ചിട്ടു എന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഫോറസ്റ്റ് ലാൻഡിലോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് റിസർവ്, അതായത് ഇതെല്ലാം കുദ്രമുഖ് നാഷണൽ പാർക്കിന്റെ ഭാഗമാണോ ഈ സ്ഥലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഇത് കുഴിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഇത് SITക്ക് ഒരു തുടക്കം മാത്രമാണ്. ഇത് സ്പോട്ട് നമ്പർ 6 ആണ്. ഈ സാനിറ്റേഷൻ വർക്കർ പറഞ്ഞതനുസരിച്ചാൽ സ്പോട്ട് നമ്പർ 8, 9, 11 ഏറ്റവും അധികം ബോഡീസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്ഥലങ്ങൾ കുഴിച്ചെടുക്കുമ്പോഴും അവിടെ നിന്ന് അസ്ഥികൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പോലും ഇത് തുടക്കം മാത്രമാണ്. എന്നാൽ ഇത് ആരുടേതാണ്, ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇത് ഇനി പഞ്ചായത്ത് റെക്കോർഡ് ചെയ്തൊരു ഡെത്ത് ആണോ, ഇതെല്ലാം കണ്ടുപിടിക്കാം. ഇനി പഞ്ചായത്ത് റെക്കോർഡ് ചെയ്ത ഡെത്ത് ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ആ ആൾ മരിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബാധ്യത പോലീസിനുണ്ട്. എന്നാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം അവരുടെ കയ്യിൽ കൃത്യമായിട്ടില്ല, പോലീസിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കയ്യിൽ ഉണ്ടാവുന്നതാണ്. SIT കാത്തിരുന്നത് ഒരു മൃതദേഹമെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു അസ്ഥികൂടമെങ്കിലും കിട്ടിയാൽ അവർ മറ്റുള്ള എല്ലാ ആംഗിൾസിലേക്കും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുമെന്നാണ്. അതുവരയ്ക്കും മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ അവർ തയ്യാറായിരുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത് ഏതെങ്കിലും കുടുംബങ്ങൾ മുന്നോട്ട് വരുമോ എന്നാണ്. അതായത് അവരുടെ കുടുംബാംഗങ്ങൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു. ഇതുവരയ്ക്കും ഒരു സുജാത ഭട്ട് അല്ലാതെ മറ്റാരും മുൻപോട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ മിസ്സിംഗ് ആയ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വരും എന്നൊരു പ്രതീക്ഷയിലാണ് SIT. അതായത് 6, 7, 8 സൈറ്റുകളിലൊക്കെ ആകെ 8 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. നേരത്തെയും ഈ അടയാളപ്പെടുത്തിയിരുന്ന സൈറ്റുകളിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയൊന്നും നമുക്ക് 1, 2 ഈ കഴിഞ്ഞുപോയ സൈറ്റുകളിലൊക്കെ തന്നെ പോയിന്റുകളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഭൂപ്രകൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ പുഴയുമായി ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ തെളിവുകളൊക്കെ നശിക്കാനുള്ള സാധ്യതകളൊക്കെ എങ്ങനെയാണ് ധന്യ അവിടുത്തെ ഭൂപ്രകൃതി വെച്ചുകൂടി പറയുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ SIT ഓഫീസേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് ഈ സൈറ്റ് നമ്പർ 1, 2, 3, 4 എല്ലാം നേത്രാവതി റിവറിന്റെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല 2018 ഒരു പ്രളയം കണ്ടൊരു ഏരിയ കൂടിയാണത്. അത് അവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ അവരും കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ കണ്ട അസ്ഥികൂടം SIT ഓഫീഷ്യൽസ് പറയുന്നത് വെച്ചാൽ അതുപോലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്കെൽറ്റൻ പോലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പുറത്തെടുക്കുക എന്നുള്ളത് ഒരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല മുഴുവനായിട്ടും. അതുകൊണ്ട് അവിടെ ബോഡീസ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരുപാട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത സ്കെൽറ്റൻസ് അല്ലെങ്കിൽ ബോൺസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. വളരെയധികം നന്ദി ധന്യ രാജേന്ദ്രൻ, മാധ്യമപ്രവർത്തകയാണ് കൂട്ടിച്ചേർത്ത വിവരങ്ങൾ. അങ്ങനെ നിർണായകമായ വഴിത്തിരിവിലേക്ക്, ടേണിംഗ് പോയിന്റിലേക്ക് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ആ പരിശോധന, മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുകയാണ്. 6-ാം പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥി 2 അടി താഴ്ചയിലേക്ക് പോകുമ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.